ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് SSC എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി ഒരു ചെറിയ മോട്ടിവേഷൻ എന്നൊരു ആംഗിളിലും പിന്നെ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരു ഇൻഫോർമേഷൻ എന്നുള്ള രീതിയിൽ അവർക്കും ഇതൊരു മോട്ടിവേഷനൊക്കെ ആയിട്ട് എടുക്കാൻ വേണ്ടി കൂടി ആണ്. നിങ്ങളുടെ ഒരു ഇൻഫോർമേഷൻ നോളജിന് വേണ്ടി കൂടിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ SSC നേരത്തെ പറഞ്ഞ 36 പോസ്റ്റുകളുള്ളതിൽ ഏറ്റവും എലൈറ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഒരു 10 പോസ്റ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അതിൻ്റെ അകത്ത് വരുന്ന 36 പോസ്റ്റുകളും വളരെ എന്താ പറയുക ഏറ്റവും നല്ല പോസ്റ്റുകളാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നമ്മുടെ ഏതൊരു ഗ്രാജുവേറ്റിനും എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ്. ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാതെ തന്നെ 40,000 മിനിമം പ്ലസ് സാലറി കിട്ടുന്ന പോസ്റ്റിലാണ് അതിൻ്റെ വരുന്നത്. അതിൽ ഈ പറയുന്ന 40,000 to 1 lakh അടുപ്പിച്ച് സാലറി വരുന്നത്. അത് നമ്മുടെ ലാസ്റ്റ് പേ സ്കെയിൽ വെച്ച് ആ ഒരു 1 lakh അടുപ്പിച്ച് സാലറി വരുന്ന ആൻഡ് ഇനി ഫ്യൂച്ചർ വരുമ്പോഴത്തേക്കും നമുക്ക് 1 lakh പ്ലസ് ആയിരിക്കും അതിൻ്റെ പകുതി കൂടുതൽ പോസ്റ്റുകളുടെ സാലറി. അപ്പോൾ ആ ലെവലിൽ ഏറ്റവും നല്ല നമ്മുടെ ഗവൺമെൻറ് അണ്ടറിൽ വരുന്ന ഏറ്റവും ടോപ്പ് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് SSCയുടെ CGL എക്സാം വഴി കണ്ടക്ട് ചെയ്യുന്നത്. അതും ഏറ്റവും നല്ല പോസ്റ്റുകൾക്ക് എസ്പെഷ്യലി ലെവൽ B ലെവൽ C പോസ്റ്റുകൾക്ക് ഉള്ള റിക്രൂട്ട്മെന്റ് ആണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് വരുന്ന 36 പോസ്റ്റുകളും എല്ലാം തന്നെ ഏറ്റവും നല്ല പോസ്റ്റുകളാണ്. പക്ഷെ ആ 36 പോസ്റ്റുകളിലും ഏറ്റവും എന്താ പറയുക സ്പെഷ്യലായിട്ട് വരുന്ന ഒരുപാട് പേർക്ക് ഗോളായിട്ടൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ ജസ്റ്റ് SSC CGL എന്നുള്ളത് മാറ്റിയിട്ട് എനിക്ക് ഈ പോസ്റ്റിന് വേണം എന്നുള്ള രീതിയിലേക്കൊക്കെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു 10 ഏറ്റവും പ്രീമിയം എലൈറ്റ് ആയിട്ടുള്ള പോസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അഗെയിൻ ഈ പോസ്റ്റുകൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും ഏറ്റവും ബെസ്റ്റ് പോസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ പലരുടെയും ഇൻട്രസ്റ്റ് ഏരിയ പലതായിരിക്കും. അതിന് പല ഫാക്ടേഴ്സും കാണും. ചിലവർ ചിലപ്പോൾ നോക്കുന്നത് അതിൻ്റെ സാലറി ആയിരിക്കും, ചിലർ നോക്കുന്നത് ചിലപ്പോൾ അതിൻ്റെ പവർ, അത് തരുന്നൊരു സോഷ്യൽ സ്റ്റാറ്റസ് ആയിരിക്കും, ചിലർ നോക്കുന്നത് എന്താ പറയുക വലിയൊരു സോഷ്യൽ സ്റ്റാറ്റസ് ഒന്നും ഇല്ല, ജസ്റ്റ് ഒരു വർക്ക് ലൈഫ് ബാലൻസ് വേണം അത്യാവശ്യം എന്ന രീതിയിലുള്ള പോസ്റ്റ് ആയിരിക്കും ചിലർ നോക്കുന്നത്. ചിലർക്കൊക്കെ ഇൻവെസ്റ്റിഗേഷനും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, ചിലർ മേ ബി അതായിരിക്കും നോക്കുന്നത്. അപ്പോൾ അങ്ങനെ പലർക്കും പല ഇൻട്രസ്റ്റ് ഏരിയസ് ഉണ്ടായിരിക്കും. സോ ഡെഫിനറ്റ്ലി ഞാനിപ്പോൾ ഈ പറയുന്ന 10 പോസ്റ്റുകൾ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഒരിക്കലും വേറൊരാളുടെ 10 പോസ്റ്റ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 10 പോസ്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഏറ്റവും നമുക്ക് ഈ പറഞ്ഞ ഏറ്റവും കൂടുതൽ ആൾക്കാരും നോക്കുന്നത് ആ ഒരു ലൈഫ് സ്റ്റൈൽ, സാലറി, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. എസ്പെഷ്യലി മോസ്റ്റ് ഓഫ് ദി ആൾക്കാർ നോക്കുന്നത് സാലറി തന്നെയാണ്, പിന്നെ സോഷ്യൽ സ്റ്റാറ്റസും ആണ് നോക്കുന്നത്. അപ്പോൾ അത് റിലേറ്റ് ചെയ്യുന്ന ഏറ്റവും ടോപ്പ് 10 പോസ്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വരുമ്പം എനിക്ക് തോന്നുന്നു ഇതാണ് ഉള്ളതിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെയും ഒരു ഡ്രീം ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു പോസ്റ്റ്, നമ്മുടെ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ. നമ്മുടെ CGL എന്ന് പറയുമ്പോൾ തന്നെ ലെവൽ 7, ലെവൽ 6, ലെവൽ 5, ലെവൽ 4 ഇതിൻ്റെ റിക്രൂട്ട്മെന്റ്സ് ആണ് നടത്തുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ വിളിക്കുന്നതിൽ ലെവൽ 7 വരുന്ന നമുക്ക് വിളിക്കുന്ന പോസ്റ്റുകളിൽ ഏറ്റവും ടോപ്പ് പോസ്റ്റായ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ പോസ്റ്റിംഗ് ഡൽഹിയിലായിരിക്കും വരുന്നത്, മിനിസ്ട്രീസിൽ. അപ്പോൾ ഡൽഹിയിൽ തന്നെ ആയിരിക്കും സ്ട്രിക്ട്ലി പോസ്റ്റിംഗ് വരുന്നത്, വേറെ ഒരു സ്റ്റേറ്റിലും പോസ്റ്റിംഗ് വരാത്ത ഒരു ഇതാണ് നമ്മുടെ ASO എന്ന് പറയുന്നത്, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പോസ്റ്റ്. അപ്പോൾ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ അതിലും നമുക്ക് ഈ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ പല മിനിസ്ട്രീസിലേക്കാണ് വിളിക്കുന്നതെങ്കിലും അതിലും ഏറ്റവും പ്രീമിയം ആണ് നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയിലേക്ക് വിളിക്കുന്നത്, നമ്മുടെ MEAയിലേക്ക് വിളിക്കുന്ന ആ ഒരു അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റ്. ഇനി ഇതിൻ്റെ ഒരു നമ്മൾ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു പേ സ്കെയിൽ വരുന്ന അല്ലെങ്കിൽ പേ ലെവൽ വരുന്ന പേ ലെവൽ 7 വരുന്നെങ്കിൽ പോലും അതിൽ നമ്മുടെ ബേസിക് സാലറി വരുന്നത് 44,900 ആണ്. പക്ഷേ നമ്മുടെ ഈ പറയുന്ന പോലെ അതിൻ്റെ അകത്ത് ബാക്കിയുള്ള അലവൻസുകൾ നിങ്ങൾക്കറിയാം, നമ്മുടെ DAയും ബാക്കിയുള്ള അലവൻസുകളൊക്കെ ചേർന്ന് കഴിയുമ്പോൾ നമ്മുടെ ഏകദേശം ഗ്രോസ് ഇൻഹാൻസ് സാലറി എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു 85,000 to 95,000 ആയിരിക്കും സ്റ്റാർട്ടിങ് ഇൻഹാൻസ് സാലറി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് ഈ പറഞ്ഞ സിറ്റിയിൽ മാത്രമേ നമുക്ക് പോസ്റ്റിംഗ് വരത്തുള്ളൂ. എന്തുകൊണ്ടാണ് നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ പോസ്റ്റിംഗ് തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഡൽഹിയിലായിരിക്കും വരാൻ പോകുന്നത്. പിന്നെ ഇത് കൂടാതെ തന്നെ നമുക്ക് ഫ്യൂച്ചർ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ പോസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷമായാലും ഫ്യൂച്ചറിലായാലും ഡെഫിനറ്റ്ലി നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് ഡെഫിനറ്റ്ലി ഫോറിനിലായിരിക്കും വർക്ക് ചെയ്യാൻ പോകുന്നത് മോസ്റ്റ് ഓഫ് ദി ASOസും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് അവിടെ ഈ പറയുന്ന പോലെ ഇതിൻ്റെ കൂടെ തന്നെ മാസീവ് ഫോറിൻ അലവൻസുകളൂടെ കിട്ടും ഈ പറയുന്ന ഫോറിൻ പോസ്റ്റിങ്സ് വരുന്ന സമയത്ത്. അപ്പോൾ നമുക്കിപ്പോൾ അവിടെ തന്നെ നോക്കാം, അഡ്മിൻ സപ്പോർട്ട് ഫോർ ഇന്ത്യൻ ഡിപ്ലോമസി പോസ്റ്റിംഗ് ഓൾട്ടർനേറ്റ് ബിറ്റ്വീൻ MEA ഹെഡ്ക്വാർട്ടേഴ്സ് ഡൽഹി ആൻഡ് ഇന്ത്യൻ എംബസീസ് എബ്രോഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ പോസ്റ്റിംഗ് ഒക്കെ വരാൻ പോകുന്നത് ഡെഫിനറ്റ്ലി നമ്മുടെ മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഡൽഹിയിലായിരിക്കും വരാൻ പോകുന്നത്. പക്ഷേ അതിനുശേഷം ഡെഫിനറ്റ്ലി ഫ്യൂച്ചർ പോസ്റ്റിങ്സ് നമ്മുടെ ഇന്ത്യൻ എംബസീസിലേക്കായിരിക്കും വരാൻ പോകുന്നത് എബ്രോഡിൽ. അപ്പോൾ ഡെഫിനറ്റ്ലി ആ എബ്രോഡ് പോസ്റ്റിങ്സ് വരുമ്പോൾ ഉറപ്പായിട്ടും അവിടെ നല്ലൊരു മാസീവ് ഫോറിൻ അലവൻസുകളും ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും. ഇത് കൂടാതെ നമുക്കിപ്പോൾ അതിൽ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈലൈറ്റ്സ് മാത്രം ഒന്ന് എടുത്തു പറയുകയാണെങ്കിൽ, ഒന്ന് ഫോറിൻ പോസ്റ്റിംഗ് 3 year ടൂർ ഇൻ ഡൈവേഴ്സ് കൺട്രീസ് അവിടെ വരുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഡിപ്ലോമാറ്റിക് സ്റ്റാറ്റസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതെന്ന് പറഞ്ഞാൽ വൈറ്റ് പാസ്പോർട്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഡിപ്ലോമാറ്റിക് സ്റ്റാറ്റസ് കിട്ടുന്നുണ്ട് അവിടെ, പ്രസ്റ്റീജിയസ് ആ ഒരു പാസ്പോർട്ട് കിട്ടുന്നുണ്ട്. പിന്നെ കുറച്ചൊരു ലൈറ്റ് ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ ആണ് എന്ന് നമുക്ക് അവിടെ പറയാം. എന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് തന്നെ, ഇന്ത്യൻ ഗവൺമെൻറ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഫോറിൻ കൺട്രി അല്ലെങ്കിൽ എബ്രോഡിൽ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു പ്രീമിയം
ഹൗസിംഗ് ആയാലും ശരി, ഫെസിലിറ്റീസിലായാലും ശരി, നമ്മൾ അവിടെ നിന്നാണ് വർക്ക് ചെയ്യുന്നത് അവിടുത്തെ എംബസീസിൽ. അപ്പോൾ അത്രയും നല്ലൊരു പ്രീമിയം പോസ്റ്റാണ്, ഒരു പ്രീമിയം ലൈഫ് സ്റ്റൈൽ ഓഫർ ചെയ്യുന്ന ഒരു പോസ്റ്റാണ് എന്ന് തന്നെ പറയാം. സ്റ്റാർട്ടിങ് തന്നെ ഡൽഹി മിനിസ്ട്രിയിലും പിന്നെ അതിനുശേഷം ഫോറിൻ എബ്രോഡിലും എന്നൊരു രീതിയിലാണ് സാലറി നമ്മുടെ പോസ്റ്റിംഗ് വരുന്നത് തന്നെ. സോ അതുകൊണ്ട് തന്നെയാണ് ഇത് ഏറ്റവും പോപ്പുലർ പോസ്റ്റായി മാറുന്നത് നമ്മുടെ SSC CGL എക്സാംസിലേക്ക് വരുമ്പോഴത്തേന്. ഇപ്പോഴത്തെ കറണ്ട് നമ്മുടെ ആ ഒരു പോസ്റ്റിൽ എടുക്കുന്ന സമയത്ത് നേരത്തെ ഒരു ലെവൽ 8 പോസ്റ്റുകൾ ഉണ്ടായിരുന്നു, 2 എണ്ണം. ഇപ്പം കുറേ വർഷമായിട്ട് ലെവൽ 8 പോസ്റ്റ് വിളിക്കുന്നില്ല. സോ ഇപ്പം ലെവൽ 7 തൊട്ടാണ് തുടങ്ങുന്നത്. ലെവൽ 7, ലെവൽ 6, ലെവൽ 5, ലെവൽ 4 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള പോസ്റ്റാണ് ഇന്ന് കൺസിഡർ ചെയ്യുന്നതിൽ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള പോസ്റ്റാണ് നമ്മുടെ MEA ASOയുടെ പോസ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ പല മിനിസ്റ്ററിലും ASOയുടെ പോസ്റ്റ് ഉണ്ട്. ഇതേ റേഞ്ച് ഓഫ് സാലറിയാണ് അവിടെയും കിട്ടുന്നത് എന്നുള്ളത് പറഞ്ഞിരിക്കാം. ഓക്കെ, പക്ഷെ അതിലും ഫോറിനിലൊക്കെ പോയി വർക്ക് ചെയ്യാൻ പറ്റുന്ന ASOയുടെ പോസ്റ്റാണ് നമ്മുടെ ഇതെന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് പോസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കുറച്ചുകൂടി പോപ്പുലർ ആയിട്ടുള്ള ഒരു പോസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ IT എന്ന് പറയാറുണ്ട്, നമ്മുടെ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, IT ഇൻസ്പെക്ടർ എന്ന് പറയാറുണ്ട്. ഇൻകം ടാക്സ് ഇൻസ്പെക്ടറാണ് അതെന്ന് പറയുന്നത്. അപ്പോൾ എഗൈൻ നമ്മൾ പറഞ്ഞ പോലെ പേ ലെവൽ 7 വരുന്ന പോസ്റ്റാണ്. നമ്മുടെ ബേസിക് പേ നേരത്തെ പറഞ്ഞ തന്നെ ഗ്രോസ് ഇൻഹാൻസ് സാലറി ഏകദേശം ഒരു 80,000 to 90,000 ഇടയ്ക്കായിരിക്കും നമ്മുടെ കൈ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത്. സിറ്റി അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ വരും. പിന്നെ ഇത് കൂടാതെ നമുക്ക് ഈ പറഞ്ഞ പീരിയോഡിക് അലവൻസുകളും കാര്യങ്ങളൊക്കെ പിന്നെ എക്സ്ട്രാ വരുന്നുണ്ട്. നമ്മുടെ ഈ പറഞ്ഞ ഇത് ബേസിക് പേ, പിന്നെ സാധാരണ വരുന്ന യൂഷ്വൽ അലവൻസുകളൊക്കെ ഉള്ളത് ചേർത്താണ് ഈ പേ വരുന്നത്. പിന്നെ പീരിയോഡിക് ആയിട്ട് വരുന്ന ചില അലവൻസുകളുണ്ട്, അതുകൂടി അതിൻ്റെ കൂടെ ആഡ് ആവും, പീരിയോഡിക്കലി ആഡ് ആവും. ഇനി നമുക്ക് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ത് തന്നെയാണ്, ആ സോഷ്യൽ സ്റ്റാറ്റസ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. പിന്നെ യൂണിഫോം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ അവിടെ തന്നെ നോക്കുകയാണെങ്കിൽ റെസ്പോൺസിബിൾ ഫോർ അസസിങ് ഇൻകം ടാക്സ്, കണ്ടക്ടിങ് ഓഡിറ്റ്സ് ആൻഡ് പാർട്ടിസിപ്പേറ്റിംഗ് സെർച്ച് റെയ്ഡ് ഓപ്പറേഷൻസ്. നമുക്കറിയാം ഇൻകം ടാക്സ് റെയ്ഡ് എന്നൊക്കെയുള്ള നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. സോ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ് ആയാലും അല്ലാത്ത ആയാലും കമ്പനീസിൻ്റെയൊക്കെ ഓഡിറ്റിംഗ് ചെയ്യുക. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും തെറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക. ഈ പറഞ്ഞ പോലെ റെയ്ഡ്, കണക്കിപ്പെടാത്ത പണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും റെയ്ഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് അവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമുക്ക് ഓർമ്മ വരുന്ന വാക്ക് സോഷ്യൽ സ്റ്റാറ്റസ് തന്നെയാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ സോഷ്യൽ റെസ്പെക്ട് കിട്ടുന്ന ഒരു പോസ്റ്റാണ് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അഗെയിൻ അവിടെ ഈ പറഞ്ഞ യൂണിഫോം പോസ്റ്റ് കൂടിയാണ്. സോ ഡെഫിനറ്റ്ലി ഒരു പവർ കൂടി അവിടെ വരുന്നുണ്ട്. അപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ലീഗൽ പവർ ഡ്യൂറിങ് ഫീൽഡ് ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ ഫീൽഡ് ഇൻവെസ്റ്റിഗേഷൻ്റെ സമയത്ത് കിട്ടുന്ന ആ ഒരു ലീഗൽ പവർ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു അതോറിറ്റി നമ്മൾ നേരത്തെ യൂണിഫോം പോസ്റ്റ് കൂടി വരുന്നതാണിത് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് മോസ്റ്റ്ലി ഡെസ്ക് വർക്കും അതേപോലെ തന്നെ ഒക്കേഷണലി ഫീൽഡ് വർക്കും രണ്ടും കൂടി ചേർന്നിട്ടുള്ളൊരു പോസ്റ്റിംഗ് ആണ്. എപ്പോഴും ഫുള്ളി നമ്മളൊരു ഡെസ്കിലോ അല്ലെങ്കിൽ ഫുള്ളി ഫീൽഡിലോ അല്ല, രണ്ടും ചേർന്ന് വരുന്നതാണ്. സോ ആ ഒരു ഇതുകൂടി നമുക്ക് ആ പോസ്റ്റിനെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റും എന്ന് തന്നെ പറയാം. പിന്നെ അടുത്ത ഇതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എപ്പോഴും ന്യൂസ് കേൾക്കുന്ന എൻഫോഴ്സ്മെന്റ് ഓഫീസർ അല്ലെങ്കിൽ നമ്മുടെ അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ ED. ഓക്കെ, അതാണ് നമുക്ക് ലെവൽ 7 പോസ്റ്റ് ആണ്. പക്ഷേ അഗെയിൻ സെക്യൂരിറ്റി ഫോഴ്സ് കൂടി ആയതുകൊണ്ട് നമുക്കത് 20% സ്പെഷ്യൽ സെക്യൂരിറ്റി അലവൻസ് SSA കൂടി അവിടെ എക്സ്ട്രാ ആഡ് ആയി വരുന്നുണ്ട്. SSA സ്പെഷ്യൽ സെക്യൂരിറ്റി അലവൻസ് കൂടി അവിടെ ആഡ് ആയി വരുന്നുണ്ട്. നമ്മുടെ ഗ്രോസ് ഇൻഹാൻസ് സാലറി HCT ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏകദേശം ഒരു 95,000 ആണ് അത് വരുന്നത്. അപ്പോൾ നമ്മുടെ ലെവൽ 7 തന്നെ വരുന്ന സാലറീസിൽ ഇപ്പോൾ ലെവൽ 7 ഒരു ബേസിക് പേ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. പക്ഷെ പല ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ അവിടെ സാലറീസിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ഈ ലെവൽ 7 തന്നെ വരുന്ന പോസ്റ്റുകളിൽ വൺ ഓഫ് ദി ഏറ്റവും കൂടുതൽ സാലറി വരുന്ന ഒരു പോസ്റ്റാണ് നമ്മുടെ ഈ എൻഫോഴ്സ്മെന്റ് ഓഫീസർ എന്ന് പറയുന്നത്. അപ്പോൾ ജോബ് പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം മണി ലോണ്ടറിങ്, നമ്മുടെ FEMA ആക്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലംഘിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഇൻവെസ്റ്റിഗേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നോക്കുന്നത്. മെയിൻലി ഫിനാൻഷ്യൽ ക്രൈം അങ്ങനെയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. ഇലിസിറ്റ് വെൽത്ത്, ഫിനാൻഷ്യൽ ക്രൈം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് സ്പെഷ്യൽ ആയിട്ട് എടുത്തു പറയാൻ പറ്റുന്നത് ഡെഫിനറ്റ്ലി നിങ്ങൾക്കറിയാം. എൻഫോഴ്സ്മെന്റ് ഓഫീസർ എന്ന് പറയുമ്പോൾ വരുന്നൊരു പവർ, ആ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് അഗെയിൻ. ഓക്കെ, അപ്പോൾ അത് കൂടുതലാണ്. അപ്പോൾ ഹൈ പ്രൊഫൈൽ ഫിനാൻഷ്യൽ റെയ്ഡ്സ് ആണ് അവിടെ ഡെഫിനറ്റ്ലി നടക്കുന്നത്. ഡെഫിനറ്റ്ലി ഫിനാൻഷ്യൽ റെയ്ഡ്സ് എന്ന് പറയുമ്പോൾ ചെറിയ കടകളിലല്ല റെയ്ഡ് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി ഹൈ ഫിനാൻഷ്യൽ ഇത് വരുന്ന ബാക്ക്ഗ്രൗണ്ട് വരുന്ന അവിടെ ആയിരിക്കും റെയ്ഡുകൾ കൂടുതൽ നടക്കുന്നത്. സോ ഹൈ പ്രൊഫൈൽ ഫിനാൻഷ്യൽ റെയ്ഡ്സ് ആയിരിക്കും കൂടുതലും നടക്കുന്നത്. പിന്നെ ആ ഒരു കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്താണ് ചെയ്യുന്നത്. നമ്മുടെ നാഷണൽ എക്കണോമിക് ഡാറ്റ അങ്ങനെയുള്ള കാര്യങ്ങൾ, സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ കോൺഫിഡൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെയാണ് ചെയ്യേണ്ടത്. പിന്നെ വളരെ നല്ല കരിയർ ഗ്രോത്തും അങ്ങനെയൊക്കെയുള്ള റാപ്പിഡ് കരിയർ പ്രോഗ്രഷൻ ഇൻ ദി ഗ്രോയിങ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പം വളരെ റാപ്പിഡ് എന്താ പറയുക പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ വരുന്നൊരു പോസ്റ്റ് കൂടിയാണ് അത് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഫിനാൻഷ്യൽ ക്രൈംസ് ഒക്കെ ക്രാക്ക് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ആ ഒരു പോസ്റ്റ് എന്താ പറയുക പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെയും വളരെ ഫാസ്റ്റായിട്ട് വരുന്ന കരിയർ ഗ്രോത്ത് വരുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് നമ്മുടെ ഇതെന്ന് പറയുന്നത്. പിന്നെ അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ ഇൻസ്പെക്ടർ എക്സാമിനർ CBIC, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസിൽ എക്സാമിനർ എന്ന് പറയുന്ന പോസ്റ്റ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അണ്ടറിൽ തന്നെ 4 പോസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു പോസ്റ്റാണ് ഇത്. അഗൈൻ പേ ലെവൽ 7 വരുന്ന പോസ്റ്റാണ്. ഇൻഹാൻസ് സാലറി ഏകദേശം ഒരു 80,000 to 90,000 ഇടയ്ക്കാണ് ആക്ച്വലി വരുന്നത്.
ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ പോസ്റ്റിങ്സ് യൂഷ്വലി വരുന്നത് നമ്മുടെ മേജർ പോർട്സിലാണ് വരുന്നത്. മെയിൻലി കാർഗോ അസസ് ചെയ്യുക, അതുപോലെ തന്നെ കാർഗോസ് വെരിഫൈ ചെയ്യുക, അതിനുള്ള പെർമിഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുക, അതുപോലെ തന്നെ കസ്റ്റം ഡ്യൂട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിൻസോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. നമ്മുടെ സീപോർട്ട്, എയർപോർട്ട് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലാണ് പോസ്റ്റിങ്സ് വരുന്നത്. വളരെ ഫാസ്റ്റ് പ്രൊമോഷൻ വരുന്ന ഒരു പോസ്റ്റുകളാണ് ഇതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കോസ്റ്റൽ പോസ്റ്റിങ്സ് ഡെഫിനറ്റ്ലി അവിടെ നമുക്ക് വരുന്നുണ്ട്. ഇപ്പം മുംബൈ, ചെന്നൈ അങ്ങനെയുള്ള കോസ്റ്റൽ പോസ്റ്റിങ്സ് വരുന്നുണ്ട്. എഗെയിൻ അവിടെ യൂണിഫോം ആയിട്ടുള്ള പോസ്റ്റുകളും ആണ് വരുന്നത്. അപ്പം എഗെയിൻ നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ് ഓഫീസർ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ വളരെ നല്ലൊരു പോസ്റ്റാണ് എഗെയിൻ. ഇനി അടുത്തേക്ക് പോവുകയാണെങ്കിൽ സെൻട്രൽ എക്സൈസ് ഇൻസ്പെക്ടർ. എഗെയിൻ നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസിൽ തന്നെ വരുന്നതാണ് സെൻട്രൽ എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. എഗെയിൻ നമ്മുടെ പേ ലെവൽ 7 തന്നെ വരുന്ന പോസ്റ്റാണ്, യൂണിഫോം പോസ്റ്റാണ്. അപ്പോൾ ആ യൂണിഫോം അലവൻസുകൾ കൂടി അതിൻ്റെ കൂടെ ചേർത്ത് കിട്ടും. സാധാരണ കിട്ടുന്ന ഇൻഹാൻസ് സാലറി കൂടാതെ യൂണിഫോം അലവൻസുകളും കാര്യങ്ങളും കൂടി അവിടെ എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ GST ഇൻസ്പെക്ടർ അങ്ങനെയൊക്കെയുള്ള പോസ്റ്റാണ് അവിടെ വരുന്നത്. ഡെഫിനറ്റ്ലി ആ ഒരു ടാക്സ് വെട്ടിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള ഇൻവെസ്റ്റിഗേഷനും പേപ്പർ വർക്ക്സും കാര്യങ്ങളും ഒക്കെ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, റവന്യൂ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. എഗെയിൻ യൂണിഫോം പോസ്റ്റാണ്. സോ അതിൻ്റെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് വേറെയാണ്. പിന്നെ അതുപോലെ തന്നെ കാക്കി യൂണിഫോം വിത്ത് 3 സ്റ്റാർ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പാൻ ഇന്ത്യ പോസ്റ്റിങ്സ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് മിക്ക സിറ്റീസിലും വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്ത് തന്നെ പല വിങ്സ് ഉണ്ട്. ഇപ്പോൾ ടെക്നിക്കൽ വിങ് ഉണ്ട്, വിജിലൻസ് വിങ് ഉണ്ട്, ഓഡിറ്റ് വിങ് ഉണ്ട്. ഇങ്ങനെ പല വിങ്സിലായിട്ടാണ് ഈ ഒരു വർക്ക് നടക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചൊരു യൂണിഫോമും അറ്റ് ദ സെയിം ടൈം കുറച്ചൊരു ഫീൽഡ് വർക്കും രണ്ടും ഒരേപോലെ തന്നെ വരുന്നൊരു പോസ്റ്റ് കൂടിയാണ് എഗെയിൻ നമ്മുടെ സെൻട്രൽ എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോസ്റ്റ് തന്നെയാണ് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ. പക്ഷെ അത് വരുന്നത് ഇപ്പം നമ്മുടെ സെൻട്രൽ സെക്രട്ടേറിയറ്റ് CSS അതിലാണ് വരുന്നത്. സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസിൽ വരുന്നതാണ്. എഗെയിൻ പേ ലെവൽ 7 പോസ്റ്റാണ്. നമുക്ക് ഡൽഹിയിലാണ് പോസ്റ്റിംഗ് വരുന്നത്. പിന്നെ എപ്പോഴും ഡൽഹി തന്നെ ആയിരിക്കും പോസ്റ്റിംഗ് വരുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ASയുടെ പോസ്റ്റിംഗ് എപ്പോഴും ഡൽഹി തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് ഈ പറഞ്ഞ പോലെ ഇവിടെ എന്തൊക്കെയാണ് വരുന്നത്, നമ്മുടെ സെൻട്രൽ മിനിസ്റ്റേഴ്സിൻ്റെ കൂടെ ആയിരിക്കും നമ്മുടെ ഈ പോസ്റ്റിങ്സ് ഒക്കെ തന്നെ വരുന്നത്. അവരുടെ ആ ഒരു സെൻട്രൽ മിനിസ്ട്രിയിൽ നമ്മുടെ ബാക്ക് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ASയുടെ ആ ഒരു ജോലി എന്ന് പറയുന്നത്. അപ്പം ഫയൽസ് പ്രോസസ് ചെയ്യുക, പോളിസി റിസർച്ച് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഡ്രാഫ്റ്റിംഗ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് വരുന്നത് നോർത്ത് ആൻഡ് സൗത്ത് ബ്ലോക്ക് നമ്മുടെ സെൻട്രൽ സെക്രട്ടേറിയറ്റിൽ. അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ ഫിക്സ് ഡൽഹി പോസ്റ്റിംഗ് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഡൽഹി തന്നെ ആയിരിക്കും പോസ്റ്റിംഗ് വരുന്നത്, നാഷണൽ ക്യാപിറ്റലിൽ. അതുപോലെ തന്നെ UPSC ഫ്രണ്ട്ലി ആയിരിക്കും എന്ന് പറഞ്ഞാൽ 9 to 5 ടൈമിംഗിൽ, വീക്കെൻഡ്സ് സ്ട്രിക്ട്ലി ഓഫ് ആയിട്ടുള്ള ജോലി ആയിരിക്കും എന്ന് പറയുന്നത്. പിന്നെ പവർ ഡെഫിനറ്റ്ലി മിനിസ്റ്റേഴ്സിൻ്റെ കൂടെയും മിനിസ്റ്റേഴ്സിൻ്റെ കൂടെയുള്ള IAS ഓഫീസേഴ്സ്, സെക്രട്ടറീസും അവരുടെ കൂടെയൊക്കെ തന്നെ ആയിരിക്കും ഇതിൻ്റെ പോസ്റ്റിങ്സ് വരുന്നത്. സീനിയർ IAS ഓഫീസേഴ്സിൻ്റെ കൂടെ ആയിരിക്കും അവരുടെ ആ ഒരു അഡ്മിനിസ്ട്രേഷനെ സപ്പോർട്ട് ചെയ്യുന്ന പോലത്തെ ഒരു പോസ്റ്റിംഗ് ആണ് ഇതെന്ന് പറയുന്നത്. സോ മിനിസ്റ്റേഴ്സിൻ്റെ കൂടെയും അത്രയും പവർഫുൾ ആയിട്ടുള്ള ആളുകളുടെ കൂടെ ആയിരിക്കും നമ്മുടെ ആ ഒരു വർക്ക് പ്രൊഫൈൽ വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഡെഫിനറ്റ്ലി അത് തരുന്നൊരു പവറും കാര്യങ്ങളും ഉണ്ട്. സോ അല്ലെങ്കിലും നമ്മുടെ AS എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ പോലെ ഏറ്റവും നല്ല പോസ്റ്റാണ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ CBI എഗെയിൻ ഒരുപാട് ഡ്രീമാണ് CBI ഇൻസ്പെക്ടർ ആവുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ എഗെയിൻ പേ ലെവൽ 7 തന്നെ വരുന്നൊരു പോസ്റ്റാണ്. പക്ഷേ പേ ലെവൽ 7 കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ സ്പെഷ്യൽ സെക്യൂരിറ്റി അലവൻസ് കൂടി ചേർന്ന് വരുന്നൊരു പോസ്റ്റാണ്. 25% SSA ആണ് അവിടെ വരുന്നത്. 13 months സാലറിയിലാണ് അത് വരുന്നത്. 13 മാസത്തെ സാലറിയിൽ 25% SSA ആയിട്ട് കൂടി ലഭിക്കുന്നൊരു ജോലിയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ എഗെയിൻ നേരത്തെ പറഞ്ഞ പേ ലെവൽ 7 എഗെയിൻ വരുന്ന ഏറ്റവും ഹയസ്റ്റ് സാലറി, വൺ ഓഫ് ദി ഏറ്റവും ഹയസ്റ്റ് സാലറി തരുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് നമ്മുടെ CBI ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ എഗെയിൻ വീണ്ടും ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം CBI ഇൻസ്പെക്ടർ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ വരുന്നത് ഒരു എന്താ പറയുക, ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട്, അത് തരുന്ന ഒരു പവർ. ഓക്കെ, അപ്പോൾ അത് ഡെഫിനറ്റ്ലി അവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ ഗൺ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് അതെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾക്കറിയാം ഇൻവെസ്റ്റിഗേഷനും ആൻറ്റി കറപ്ഷനും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ലൈക്ക് ഒരു വേരിയസ് ഏരിയ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ വരുന്നൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ആൻറ്റി കറപ്ഷനും കേസസ്, എക്കണോമിക് ഒഫൻസസ്, സ്പെഷ്യൽ ക്രൈംസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ആദ്യം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രസ്റ്റീജ്, ആ ഒരു സോഷ്യൽ സ്റ്റാറ്റസ്, ആ ഒരു പവർ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. പിന്നെ പബ്ലിക്കിൻ്റെ ട്രസ്റ്റും പബ്ലിക്കിൻ്റെ ഈവൻ ഫിയർ എന്ന് തന്നെ പറയാം. ഓക്കെ, ഇമൻസ് റെസ്പെക്റ്റും അറ്റ് ദ സെയിം ടൈം ഫിയർ, ഒരു നല്ലൊരു ഫിയറും കൂടി ആൾക്കാർക്ക് കേൾക്കുമ്പോൾ കൊടുക്കുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് എന്ന് തന്നെ പറയാം. പിന്നെ അതുപോലെ തന്നെ ഒരു പ്രശ്നമായിട്ട് പറയുവാണെങ്കിൽ നമുക്ക് ഒരു പ്രോപ്പർ വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് അവിടെ ഇഷ്യൂ വരും. ബിക്കോസ് നമുക്ക് ഈ പറഞ്ഞ അത്യാവശ്യം ഇൻറ്റൻസീവ് ഫീൽഡ് വർക്കും ട്രാവലും ഒക്കെ വരുന്ന, ലൈക്ക് അൺപ്രഡിക്റ്റബിൾ ടൈമിലൊക്കെ വർക്ക് ചെയ്യേണ്ടി വരുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് അതെന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി അതിനനുസരിച്ചുള്ള അലവൻസുകളും കാര്യങ്ങളൊക്കെ തന്നെ അവിടെ തരുന്നുണ്ട്. ഞാൻ CGLന്റെ പോസ്റ്റിൽ തന്നെ ഗൺ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു പോസ്റ്റാണ് CBI ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് നമ്മുടെ പ്രിവെൻറ്റീവ് ഓഫീസർ, വൈറ്റ് യൂണിഫോം ഒക്കെ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ എയർപോർട്ട്സിലൊക്കെ. അപ്പോൾ അതാണ് പ്രിവെൻറ്റീവ് ഓഫീസർ എന്ന് പറഞ്ഞാൽ അഗെയിൻ നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസിൽ വരുന്ന പോസ്റ്റാണ്. സാലറി അറൗണ്ട് ഒരു 80,000 to 90,000 ആണ് കൈ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത്. അപ്പോൾ സർവൈലൻസ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് സ്മഗ്ലിംഗ്
നമുക്കറിയാം നമ്മൾ എയർപോർട്ടിൽ ഗോൾഡ് പിടിക്കുന്നതിനെ കുറിച്ചൊക്കെ കേൾക്കാറുണ്ട്. അപ്പം എഗെയിൻ ഡെഫിനറ്റ്ലി ആ ഒരു സ്മഗ്ലിംഗ്, പാസഞ്ചേഴ്സിൻ്റെ ബാഗേജസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ സീ പോർട്ടിലൊക്കെയും ഈ വരുന്ന കാർഗോസ് ചെക്ക് ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. യൂണിഫോം ഡ്യൂട്ടിയാണ് കംപ്ലീറ്റ്ലി, അതെന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി യൂണിഫോം ഡ്യൂട്ടിയാണ്. അപ്പോൾ എന്താ പറയുക, ആക്ഷൻ ഓറിയൻറ്റഡ്, ഇൻവോൾവ് ഇൻ ഹൈ സ്റ്റേക്ക് ആൻറ്റി സ്മഗ്ലിംഗ് ഓപ്പറേഷൻസ്. അപ്പം ആൻറ്റി സ്മഗ്ലിംഗ് ഓപ്പറേഷൻസും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന കാര്യങ്ങളാണ്. ഷിഫ്റ്റ് വർക്കാണ് അവിടെ മെയിൻലി വരുന്നത്. ഷിഫ്റ്റ് ഉണ്ട്, നൈറ്റ് ഷിഫ്റ്റ്, ഡേ ഷിഫ്റ്റ്, അങ്ങനെയുള്ള രീതിയിലാണ് വരുന്നത്. അതിനൊക്കെ കോമ്പൻസേറ്ററി ആയിട്ടുള്ള എന്താ പറയുക സാലറിയും നമുക്ക് അവിടെ ഡെഫിനറ്റ്ലി കിട്ടുന്നതാണ്. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോസ്റ്റാണ് ASO ഇൻ ഇൻ്റലിജൻസ് ബ്യൂറോ, IB. നിങ്ങൾക്കറിയാം നമ്മുടെ അഗൈൻ പേ ലെവൽ 7 വരുന്ന, പിന്നെ അതിൻ്റെ കൂടെ തന്നെ 20% SSA കൂടി വരുന്ന ഒരു പോസ്റ്റാണ്. അഗൈൻ വൺ ഓഫ് ദി ഏറ്റവും നല്ല സാലറി തരുന്ന ഒരു പോസ്റ്റ് കൂടിയാണ്. 95,000 പ്ലസ് അവിടെ സ്പെഷ്യൽ സെക്യൂരിറ്റി ഫണ്ട് കൂടി അവിടെ അതിൻ്റെ കൂടെ ചേർന്നായിരിക്കും വരുന്നത്. അപ്പോൾ ജോബ് പ്രൊഫൈലിലേക്ക് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞതാണ്, ASO എന്ന് പറയുമ്പോൾ ഡൽഹിയിൽ തന്നെ ആയിരിക്കും പോസ്റ്റിംഗ് വരുന്നത്. പക്ഷേ ഡൽഹി തന്നെ ആവണമെന്ന്, കംപ്ലീറ്റ്ലി ഡൽഹി തന്നെ നിൽക്കണമെന്ന് നിർബന്ധമില്ല. ഡെഫിനറ്റ്ലി അങ്ങോട്ട് ചുറ്റുള്ള ട്രാവൽ കുറേ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഇൻ്റലിജൻസ് ഗ്യാതറിംഗ്, ത്രെറ്റ് അസസ്മെൻറ്റ്, അതുപോലെ നാഷണൽ സെക്യൂരിറ്റി ഡാറ്റ അനലിസിസ്, ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് അവിടെ വരുന്നത്. ഡെഫിനറ്റ്ലി അഡ്മിനിസ്ട്രേറ്റീവും ഫീൽഡ് വർക്കൊക്കെയും കുറച്ച് വരുന്ന ഒരു പോസ്റ്റാണ്. അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത് കുറച്ചൊക്കെ ട്രാവൽ കൂടി വരുന്ന ഒരു പോസ്റ്റാണ്. നമ്മുടെ CGL തന്നെ കുറച്ച് ട്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ജോബ് കൂടിയാണ് അതെന്ന് പറയുന്ന, ഒരു സീക്രറ്റീവ് കീപ്പ് ചെയ്യുന്ന, ഒരു കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് അതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇൻറ്റേർണൽ നാഷണൽ സെക്രട്ടറിയുടെ കൂടെ ചേർന്ന് വർക്ക് ചെയ്യുന്ന ഒരു പോസ്റ്റാണ്. ഡെഫിനറ്റ്ലി പോസ്റ്റിങ്സ് വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ പോലെ ഡൽഹിയിലായിരിക്കും മെയിൻ പോസ്റ്റിംഗ് വരുന്നെങ്കിലും പലപ്പോഴും നമുക്ക് ട്രാവൽ ചെയ്യേണ്ടി വരും. പലപ്പോഴും ബോർഡർ ഏരിയാസിലും സെക്യൂരിറ്റി ഇഷ്യൂസ് വരുന്ന ഏരിയാസിലേക്കൊക്കെ ട്രാൻസ്ഫർ അല്ല, നമുക്ക് ട്രാവൽ ചെയ്യേണ്ടി വരുന്ന ഒരു പോസ്റ്റ് കൂടിയാണ്. ആൻഡ് ഫൈനലി വളരെ സമാധാനമായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു ഡെസ്ക് ജോബിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഡിവിഷണൽ അക്കൗണ്ടൻ്റ് ആണ് പിന്നെ വരുന്നൊരു പോസ്റ്റ് നമ്മുടെ CAGയുടെ ഓഫീസിൽ. അപ്പോൾ അതൊരു പേ ലെവൽ 6 വരുന്ന പോസ്റ്റാണ്. അതിൻ്റെ തൊട്ട് താഴെ വരുന്ന പേ ലെവൽ 7 പേ ലെവൽ 6 വരുന്ന പോസ്റ്റാണ്. അറൗണ്ട് സാലറി 65,000 to 75,000 ആണ് മോസ്റ്റ്ലി വരുന്ന സാലറി എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻ ജോലി എന്ന് പറയുന്നത് നമ്മുടെ PWDയുടെ ഒക്കെ ഓഡിറ്റിംഗ് ചെയ്യുക, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ ഓഡിറ്റിംഗ് ചെയ്യുക, ഫിനാൻഷ്യൽ അഡ്വൈസർ ടു ദി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, നമ്മുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൻ്റെ ഫിനാൻഷ്യൽ അഡ്വൈസറായിട്ട് വർക്ക് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവിടെ വരുന്നത്. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഡിവിഷനിൽ ഒരു DA, ഒരു ഡിവിഷണൽ അക്കൗണ്ടൻറ്റേ കാണത്തുള്ളൂ. അപ്പം ഹൈലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. പിന്നെ സ്ട്രെസ് കുറവാണ്, ബെസ്റ്റ് വർക്ക് ലൈഫ് ബാലൻസ് കിട്ടുന്ന ഒരു പോസ്റ്റാണ് അതെന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞാൽ പല പോസ്റ്റിങ്ങും ഡൽഹിയിൽ മാത്രം കിട്ടും എന്നാണ് പറഞ്ഞു പോയെങ്കിൽ ഇവിടെ നമുക്ക് ഈ നമ്മുടെ ഹോം സ്റ്റേറ്റിലോ ടൗണിലൊക്കെ തന്നെ, നമ്മുടെ ഹോം സ്റ്റേറ്റിലൊക്കെ നമുക്ക് പോസ്റ്റിംഗ് കിട്ടാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റ് കൂടിയാണ് നമ്മുടെ ഡിവിഷണൽ അക്കൗണ്ടൻ്റ് എന്ന് പറയുന്നത്. ഒരു പേ ലെവൽ 6 വരുന്ന പോസ്റ്റ്. അപ്പോൾ നമ്മുടെ ആ ഒരു ഇത് കൂടാതെ വേറെയും വളരെ നല്ല നല്ല പോസ്റ്റുകളുണ്ട് നമ്മുടെ CGL അണ്ടറിൽ. പക്ഷേ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ CGL എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ ഒരു മോട്ടിവേഷനായിട്ട് എടുത്തുകൊണ്ട് ഈ പോസ്റ്റ് എനിക്ക് വേണം എന്നൊക്കെ ഒരു മോട്ടിവേഷനായിട്ട് എടുത്ത് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന കുറേ പോസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ മൈൻഡിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ പ്രിപ്പറേഷൻസ് ചെയ്യാം, ഒരു മോട്ടിവേഷനായിട്ട് എടുക്കുക ഈ സംഭവത്തിന്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക, ഒരു നല്ല പോസ്റ്റ് അല്ലെങ്കിൽ ഏതാണ് ഏറ്റവും നല്ല പോസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പലർക്കും പല എന്താ പറയുക കാഴ്ചപ്പാടായിരിക്കും ഉള്ളത്. ചിലർക്ക് ചിലപ്പം സാലറി തന്നെ ആയിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. എന്നോട് ഒരു ജോലി എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഡെഫിനറ്റ്ലി സാലറി തന്നെയാണ്. ഇത് കൂടാതെ പിന്നെ ചിലർക്ക് ആ ഒരു പവറും പെട്ടെന്ന് പ്രൊമോഷൻസ് കിട്ടുക, പെട്ടെന്ന് നല്ല പോസ്റ്റിലേക്കൊക്കെ എത്തുക, പെട്ടെന്ന് ഗസറ്റഡ് പോസ്റ്റോ അല്ലെങ്കിൽ നമ്മുടെ ഈ IPS റാങ്ക് പോലത്തെ പോസ്റ്റിലേക്ക് എത്തുക എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ഉള്ള ആൾക്കാർ കാണും. അപ്പോൾ പ്രൊമോഷൻ നോക്കുന്നവരുണ്ട്, സോഷ്യൽ അതോറിറ്റി അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസ് പവർ നോക്കുന്നവരുണ്ട്, പിന്നെ ചിലർ വർക്ക് ലൈഫ് ബാലൻസ് സമാധാനം ആ ഒരു ആംഗിളിൽ ഉള്ള ആൾക്കാരുണ്ട്, പിന്നെ ലൈഫ് സ്റ്റൈൽസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ പല ഫാക്ടേഴ്സാണ് വരുന്നത്. അപ്പം അങ്ങനെ പല ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ പല പോസ്റ്റുകളായിരിക്കും നമുക്ക് അവിടെ വരുന്നത്. ഇപ്പം ഏറ്റവും ഹൈ സാലറിയെ കുറിച്ച് നമ്മൾ പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ASOയുടെ പോസ്റ്റ്, അതിലും IBയും CBIയുടെ സബ് ഇൻസ്പെക്ടറൊക്കെ ഏറ്റവും നല്ല സാലറി തരുന്ന പോസ്റ്റുകളാണ്. അതുകൊണ്ട് അത് സ്പെഷ്യൽ സെക്യൂരിറ്റി അലവൻസുകൾ കിട്ടുന്നുണ്ട് അവിടെ. പിന്നെ 13 മാസം സാലറീൻ്റെ അലവൻസുകൾ വരുന്നുണ്ട് അവിടെ. 13 മാസത്തെ സാലറിയിൽ നിന്നാണ് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് അലവൻസ് ആയിട്ട് വരുന്നത്. പിന്നെ പ്രൊമോഷൻ്റെ സ്പീഡ് പറയുകയാണെങ്കിൽ ഇൻകം ടാക്സ് ഇൻസ്പെക്ടറും അതുപോലെ നമ്മുടെ കസ്റ്റംസ് എക്സാമിനറും അതൊക്കെയാണ് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് A ഗസറ്റഡ് ഓഫീസർ പോസ്റ്റിലേക്കുള്ള പ്രൊമോഷൻസ് വരുവാണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടുന്ന ചില പോസ്റ്റുകൾ. അല്ല, സോഷ്യൽ സ്റ്റാറ്റസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അഗെയിൻ CBI ഇൻസ്പെക്ടർ, ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ, അങ്ങനെയൊക്കെയുള്ള പോസ്റ്റുകളാണ്. എന്നുകൊണ്ട് അത്രയും കൂടുതൽ സോഷ്യൽ റെസ്പെക്റ്റും ഫീൽഡ് പവറൊക്കെ കൊടുക്കുന്ന പോസ്റ്റുകളാണ് അതെന്ന് പറയുന്നത്. ഇനി അതല്ല, വർക്ക് ലൈഫ് ബാലൻസ് പറയുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ ആണ് ഡിവിഷണൽ അക്കൗണ്ടൻറ്റ്, അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ സെക്രട്ടറി സർവീസിലൊക്കെ അപ്പർ ഡിവിഷണൽ ക്ലർക്ക്, അങ്ങനെയൊക്കെയുള്ള പോസ്റ്റുകളാണെങ്കിൽ കുറച്ചുകൂടി വർക്ക് ലൈഫ് ബാലൻസ് വരുന്ന പോസ്റ്റുകളാണ്. അവിടെയൊക്കെ നമ്മുടെ ഫിക്സ്ഡ് വർക്കിംഗ് അവേഴ്സ് ആയിരിക്കും, ഒരു 9 to 5 എന്നൊക്കെ പറയുന്ന പോലെ. അതുപോലെ അവിടെ വർക്ക് പ്രഷർ കമ്പയറിൽ കുറവായിരിക്കും, ട്രാൻസ്ഫേഴ്സ് വളരെ കുറവായിരിക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കവിടെ വരുന്നുണ്ട്. അപ്പം പിന്നെ ലൈഫ് സ്റ്റൈലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ
MEL AS ഒക്കെ ആണെങ്കിൽ ലൈഫ് സ്റ്റൈൽ, എബ്രോഡിൽ പോയി ജോലി ചെയ്യുക എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഫോറിൻ ലൈഫ് സ്റ്റൈലും വൈറ്റ് പാസ്പോർട്ടും ഗ്ലോബൽ എക്സ്പോഷറും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല പല ഫാക്ടേഴ്സാണ് നമുക്ക് അവിടെ വരുന്നത് ഈ ഒരു നല്ല പോസ്റ്റ് എന്ന് പറയുമ്പോൾ അത് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ക്ലിയർ ആയത് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഒരു CGL വരുന്ന ഇമ്പോർട്ടൻറ്റ് പോസ്റ്റിനെ കുറിച്ചാണ് ജസ്റ്റ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇനി ഫ്യൂച്ചർ ഈ ഒരു എക്സാംസിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിലും നേരത്തെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. നമുക്ക് അടുത്ത വർഷത്തെ എക്സാംസിന് വേണ്ടി ആയാലും ശരി, ഈ വർഷത്തെ എക്സാംസിന് വേണ്ടി ആയാലും ശരി, അടുത്ത വർഷം എക്സാംസിന് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ നേരത്തെ പ്രിപ്പയർ ചെയ്യുക. ഒരു 1 year എടുത്ത് ഏറ്റവും നല്ലൊരു പ്രിപ്പയർ ചെയ്ത് ഏറ്റവും നല്ല സ്കോർ ഉണ്ടെങ്കിലാണ് നമുക്ക് ഏറ്റവും നല്ല പോസ്റ്റിലേക്കും നമുക്ക് വേണ്ടിയ പോസ്റ്റിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നത്. അതല്ല നമ്മുടെ സ്കോർ കുറവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് ഏതെങ്കിലും ഒരു പോസ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതല്ല നിങ്ങൾക്ക് വേണ്ടിയ പോസ്റ്റ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് അത്രയും നല്ല സ്കോർ ഉണ്ടായിരിക്കണം. സോ പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് നേരത്തെ തുടങ്ങുക എന്നുള്ളതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി എൻട്രിയിലാണെങ്കിലും നമുക്ക് ഈ ഒരു എക്സാംസിന് വേണ്ടിയൊക്കെ ഉള്ള ബാച്ചസ് ഉണ്ട്. നമ്മുടെ ഓൺലൈൻ ബാച്ചസ് ആണ് അവിടെ വരുന്നത്. റെക്കോർഡ് ക്ലാസ്സസും ലൈവ് ക്ലാസ്സസും ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് അന്നന്ന് ഷെഡ്യൂൾ അനുസരിച്ച് കണ്ടുപോകാവുന്നതാണ്. ലൈവ് ക്ലാസ്സസ് ഒക്കെ ഈവനിങ് ആണ് പോകുന്നത്. സോ ഡേ ടൈം വേറെ ആക്ടിവിറ്റീസ് ഉള്ളവർ, കോളേജ് വർക്കിംഗ് ആയിട്ടുള്ളവർ, അവർക്കടക്കം ഈവനിങ് ലൈവ് ക്ലാസ്സസ് പോകുന്നതുകൊണ്ട് തന്നെ ആ ക്ലാസ്സസ് മിസ്സാവാതെ കാണാൻ പറ്റും. അതേപോലെ തന്നെ മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ടും ടോപ്പിക് ഡിസ്കഷൻസും നമുക്ക് അവിടെ കറണ്ട് ഈ പറഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും ബുക്കുകളും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ആപ്പിൽ എയുടെ സപ്പോർട്ടും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിരിക്കും, ഒരു പ്രിപ്പറേഷന് വേണ്ടിയുള്ള ഒരു കംപ്ലീറ്റ് കിറ്റ് ആയിരിക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇതിനെക്കുറിച്ചും കൂടുതൽ അറിയാൻ വേണ്ടിയും നിങ്ങൾക്ക് ഈ നിങ്ങളുടെ ഒരു ക്വാളിഫിക്കേഷൻ വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന SSC കൂടാതെ പാരലായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാനും നിങ്ങൾക്ക് എന്താ പറയുക പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന എക്സാംസിനെ കുറിച്ചും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സാംസിനെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി എൻട്രിയുടെ അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 7736122215 എന്നുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള ബാച്ചസിലേക്ക് ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ, ഈ വർഷത്തെ SSCയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മളത് ഈ ഒരു യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾ വരെ അറിയിക്കുന്നതായിരിക്കും. സോ ചാനൽ ഫോളോ ചെയ്യുക, ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് ഒന്നും മിസ് ആവാതിരിക്കാൻ വേണ്ടി. താങ്ക് യു.